കുറച്ചു നാളുകളായി കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം മെസ്സി കേരളത്തിൽ വരുമോ എന്നതാണ്. മന്ത്രി പലയിടങ്ങളിൽ പോകുന്നുണ്ട്, അവിടെയെല്ലാം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉറപ്പു നൽകുകയാണ്, ഞങ്ങൾ കൊണ്ടുവരുമെന്ന്. പക്ഷെ അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. അത് നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MA ബേബി ഫുട്ബോൾ കളിക്കുന്ന ചിത്രങ്ങളാണ്. അദ്ദേഹം ക്യൂബയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ബൂട്ടണിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയത്. അപ്പോഴേക്കും പലരും പറയുകയാണ്, പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുകയാണ്, ഇനി മെസ്സിക്ക് പകരം MA ബേബിയെ ഇറക്കിയാൽ മതി, പ്രശ്നമെല്ലാം പരിഹരിക്കാമെന്നാണ് പറയുന്നത്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഈ പണ്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയാണ് അതിനകത്തെ നായകൻ. അതിനകത്ത് അവിടെ ഏതോ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് നാട് മുഴുവൻ ഇളക്കി വലിയ മൈക്ക് അനൗൺസ്മെൻറ്റും ഒക്കെയാണ്. ചലച്ചിത്ര താരം മമ്മൂട്ടി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് ആളൊക്കെ ഗംഭീരമായി കൂടി കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ വന്ന് നിന്നു. ജനങ്ങൾ ആകാംക്ഷയോട് നിൽക്കുകയാണ് മമ്മൂട്ടി ഇറങ്ങി വരുന്നത്. അതിന് പകരം ഇറങ്ങി വന്നത് മലയാള സിനിമയിലെ വേറൊരു നടനുണ്ട്, ഒരു മെലിഞ്ഞ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്നത്. ആരും മറന്നു കാണാനിടയില്ല അദ്ദേഹത്തെ. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയിലെ ശ്രീനിവാസൻ്റെ അച്ഛനായിട്ടാണ് വരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു മെലിഞ്ഞ മമ്മൂട്ടിയെ കാണാൻ നിന്നവര് ഈ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന നടനെയാണ് കാണുന്നത്. അവിടെ ചീമുട്ടയേറും ബഹളവും ഒക്കെയാണ്. ഒന്നാലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞതുപോലെയാണ് മെസ്സിക്ക് പകരം നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാൻ എത്ര 13 ലക്ഷം രൂപ പൊടിപൊടിച്ചെന്ന് തോന്നുന്നു മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ പോയി പിടിച്ച് ചാക്കിക്കെട്ടി കൊണ്ടുവരാൻ വേണ്ടി പോയത് മാതിരിയാണ്. അപ്പം എന്നിട്ട് അത് കിട്ടാഞ്ഞിട്ടാണ് MA ബേബിയെ വേഷം കെട്ടി ചിറക്കുന്നത്. MA ബേബി വേഷം കെട്ടി നിന്നോളുകയും ചെയ്യും കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഈ പണ്ട് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അവര് വലിയ തിരക്കാണ്. നമ്മൾ വിചാരിക്കുന്നില്ല. ഇവിടെ ബേബി ഇതാണ്ട് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുകയാണ്. കഷ്ടം. ഏത് സമയവും കേരളത്തിലുണ്ടെന്നേ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുക്കും. അത് പിണറായി പോലെ പരിപാടിക്ക് വിളിക്കുന്നില്ലെന്ന്. ഫുട്ബോൾ കളിക്കാൻ സമയം. അതെ, എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും. അവിടെ എനിക്ക് തോന്നുന്നു AK സെന്ററൊക്കെ അടച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ തുറന്ന് പ്രവർത്തിച്ചാൽ കറണ്ട് ചാർജ് കൊടുക്കണ്ടേ. ഇവിടെ നിന്നെല്ലാം പോയാലേ പറ്റുള്ളൂ. ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞു കാണും ചിലപ്പോൾ. ഇവിടെ AK സെന്ററിൽ ഏതായാലും അത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു കാണും. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടൊക്കെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് പോയപ്പോൾ അന്ന് കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു വലിയ വിഷമം എന്നറിയാം. EMS ഒരു വലിയ പദവിയിലേക്കാണ് പോയത്, ആയിക്കൊള്ളട്ടെ. പക്ഷേ കേരളത്തിൽ ഇനി അദ്ദേഹത്തെ കിട്ടില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഒരുപാട് നമുക്ക് മിസ് ചെയ്തു എന്ന് ഓർത്ത് വിഷമിച്ചു. ശരിയാണ്, അദ്ദേഹത്തെ പിന്നെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം മിക്ക സംസ്ഥാനങ്ങളിലും പോകേണ്ടത്. ഇന്ത്യയിൽ ഒട്ടാകെ 43 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ട്. ജ്യോതി ബസു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകേണ്ട ആളാണ്. അത് ഇല്ലാതാക്കി കളഞ്ഞു. അത് CPM-ന്റെ ഒക്കെ തന്നെ കഴിവുകേടാണ്, ചരിത്രപരമായ മണ്ടത്തരം. അപ്പൊ അങ്ങനെയൊക്കെ വലിയ തിരക്കേറി നിന്നവരാണ്. ബംഗാളിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ത്രിപുരയിലെ കാര്യങ്ങൾ, പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇപ്പൊ എന്താ ജോലി? MA ബേബിക്ക് ഫുട്ബോൾ കളിയും പിന്നെ ഗോലി കളിയും ഉണ്ടോന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ ആയിരിക്കും. എന്നിട്ട് അതൊക്കെ എടുത്ത് വലിയ സമൂഹ മാധ്യമത്തിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അമേരിക്ക, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച് ഓരോ പ്രസ്താവന നടത്തുക, വിരട്ടുക, ട്രംപിനെ വിരട്ടുന്നു. ഇത് ഇന്നേ വരെ ഞാൻ ഓർക്കുന്നുണ്ട്. EMS ആയാലും ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് ഒക്കെ ഇരുന്ന സമയത്ത് പോലും ഇങ്ങനൊന്നും മറ്റ് രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണാധികാരികളെ ഒന്നും വിരട്ടുന്നതായിട്ട് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ഇവരെല്ലാം അല്പന്മാരല്ലേ. ഇവിടെ റഹീം തന്നെ എന്തുവാ, റഹീം ഡൽഹിയിലൊക്കെ പോയി മുദ്രാവാക്യം വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മോദി അങ്ങ് എല്ലാം ഇട്ടിട്ട് ഇറങ്ങിപ്പോകുക, റഹീമിനെ പേടിച്ച് ഞാൻ ഈ പണി മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ള മട്ടിലാണ്.
അവിടെ മറ്റേ ആ ബാരിക്കേഡിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന കണ്ടില്ലേ? ഇവരൊക്കെ അതിലൊക്കെ ബിരുദന്മാരാണ്. ഇവിടെ ശിവൻകുട്ടി പണ്ട് നിയമസഭയിൽ മുണ്ടും മടക്കി കുത്തി കയറി ഈ കമ്പ്യൂട്ടറെല്ലാം വലിച്ചെറിയുകയൊക്കെ ചെയ്തിട്ടില്ല. അതിന്റെ വേറൊരു പകർപ്പാണ് AA റഹീം. സർവകലാശാലയിലെ തമിഴ് പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ചെവിക്കുള്ളിൽ തെറി വിളിച്ച മഹാനാണ്. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അതെ, റഹീം അത് ചാവേറാണ്. അതിങ്ങനെ അത് റഹീം മാത്രമല്ല, വേറെ കുറെ പേരുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായിയെ സോപ്പിട്ട് രാജ്യസഭയിലേക്ക് പോയിരിക്കുന്നത്. അതിപ്പോൾ 2026 അവസാനിക്കും. അത് കഴിയുമ്പോൾ ഇവിടെ കറങ്ങി കിടക്കുന്നുണ്ട് ഏതെങ്കിലും നിയമസഭാ സീറ്റ്. ഇവിടെ ആണെങ്കിൽ മൂടോടെ മുടിയാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് വന്ന് ഇവിടെ കൂടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും MAV ഇപ്പൊ ക്യൂബയ്ക്കായിട്ടാണ് പന്ത് തട്ടുന്നത്. ക്യൂബ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചിന്തോ ജെറോമിനെയാണ് കേട്ടോ. ചിന്തോ ജെറോം ഇടയ്ക്ക് ക്യൂബയിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിന്തോ ജെറോമിൻ്റെ പൈസ ഒരുപാടുണ്ട്. കാരണം യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശമ്പളം കിട്ടി. അതും പോരാഞ്ഞിട്ട് ശമ്പളം കൂട്ടി മുൻകാല പ്രാബല്യത്തോടുകൂടി. അത് തന്നെ ഏതാണ്ട് ഒരു 10-60 ലക്ഷം രൂപ കിട്ടി. ഒരു വിവാദം തന്നെ വന്നല്ലോ ഈ ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ. വീട് അവര് എന്തോ പുതുക്കി പണിയുന്നത് കൊണ്ട് വന്ന് താമസിച്ച നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ വേറൊരു വീട് വാടകയ്ക്ക് എടുക്കും അല്ലേ? അത്രയും സൗകര്യമില്ലെങ്കിലും ചെറിയ സൗകര്യത്തിലുള്ള ഒരു വീട് വാടകയ്ക്ക് എടുക്കും. ഇവര് താമസിച്ചത് 4 സ്റ്റാർ ഹോട്ടലിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഏത് പൈസ? ഈ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ള പൈസയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ശമ്പളം കൂട്ടി ഇവർക്ക്. എന്നിട്ട് മുൻകാല പ്രാബല്യം. എന്ത് യുവജന കമ്മീഷൻ കൊണ്ട് എന്താ ഇവിടുത്തെ യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ഗുണവുമില്ല. ഇവർക്കൊരു വണ്ടി കൊടുത്തിട്ടുണ്ട്, ഒരു ഓഫീസുണ്ട്, അവിടെ പരിവാരങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ CPMന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത് ജോലി ചെയ്യാൻ. കാരണം അതൊക്കെ താൽക്കാലികമായിട്ട് കൊണ്ടുവരും, പിന്നെ അവരെയൊക്കെ സ്ഥിരപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഇനിയിപ്പോൾ നോക്കിക്കോണം, ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോൾ എവിടെയെല്ലാം സ്ഥിരപ്പെടുത്തലുകൾ ഉണ്ടെന്ന് നോക്കിക്കോണം. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുക. സഞ്ചി അദ്ദേഹം താത്തു വെച്ചിട്ടില്ല, സഞ്ചിയും ഉണ്ട്. വലിയ സൈദ്ധാന്തിക വിചാരം നടത്തുന്ന ഒരാളാണ്. നമുക്കറിയാം കോവിഡിന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയത്, തിരിച്ചു പോയി കോവിഡ്. MAV കോവിഡിനെ പറ്റി ഒരു നീണ്ട പ്രസ്താവന നടത്തി. അതിലാണ് പേടിച്ചു പോയത്. ഈ CPMൽ വലിയ സൈദ്ധാന്തിക വർത്തമാനം പറയുന്ന 1-2 പേരുണ്ട്. ഒന്ന് MAV, മറ്റൊന്ന് ഗോവിന്ദൻ. പിന്നെ പറയുന്നതിനകത്തൊരു കേൾക്കാനെങ്കിലും ഒരു ഇമ്പമുണ്ട് കേട്ടോ. പിന്നൊന്ന് രാജീവാണ്. ഇപ്പം ഇതും MAVയും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മറ്റേ തേന്മാവിൻ കൊമ്പത്തിലെ പപ്പു താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ തന്നോട് എന്നെ അങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാ നമുക്ക് ഓർമ്മ വരുന്നത്. ഇവരെന്താ പറയുന്നത് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാന്നുള്ളതാണ്. അല്ല, അതുപോലെ ബിസിനസിനെ കുറിച്ച് അറിയണമെങ്കിൽ തോമസ് ഐസക്. അപ്പൊ എന്തായാലും നമുക്ക് മെസ്സിയുടെ ഈ ജേഴ്സിയൊക്കെ അണിഞ്ഞ് നമ്മുടെ MAV വരും. എത്രാം നമ്പർ? 10ാം നമ്പർ. 10ാം നമ്പറും അണിഞ്ഞ് ചിലപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഇനി പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടത്തുമായിരിക്കും. മെസ്സിയാണ് എന്തായാലും ഒരു സംസ്ഥാനത്തെ അധികാരത്തിലുള്ള അത് നിലനിർത്താനായി എന്താണ് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനുള്ള വേഷം കെട്ടില്ല. അപ്പൊ ഓണത്തിന് ചിലപ്പം ഇദ്ദേഹത്തെ ഇറക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ കടുവാ കളിയും ആകും.